റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദാഹം മാറ്റാൻ നമുക്ക് അടുത്ത റിപ്പോർട്ടുണ്ട്. വെയിൽ കൊണ്ടൊക്കെ ചൂടേറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്ന് കൂളാക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ലൈം ജ്യൂസാണ്, ഫ്രഷ് ലൈം. തൊടുപുഴയിലെ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളക്കടയിലേക്കാണ് നമ്മൾ അടുത്ത യാത്ര പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റൈഡിങ് അവസാനിക്കുമ്പോൾ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ച് അതങ്ങ് അവസാനിപ്പിക്കാം. അനീഷ നല്ല ചൂടുള്ള ദാഹിക്കുന്ന ഒരു നാരങ്ങളും കുടിക്കാൻ പോയല്ലോ. എവിടെ പോണേ? എന്നാ വണ്ടി എടുക്ക. വണ്ടി പോണ്ടേ, നടന്നു പോകേണ്ടത്. എന്നാ അങ്ങ് നടന്നു പോയേക്കാം. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ നടന്നു തന്നെ ആയിക്കോട്ടെ. വാ. ഹരീഷ, നമ്മൾ ഈ റൈഡിംഗ് റിപ്പോർട്ടറല്ലേ ഇന്ന് വാഹനം ഒഴിവാക്കി കാൽനട വാഹനത്തിലാണ് നടക്കുന്നത്. ഇനി ഇപ്പങ്ങാനും എത്തും ഈ നാരങ്ങ വെള്ളക്കട? എന്തായാലും ഇത്ര നടന്നില്ലേ, ഇതേ തൊട്ടടുത്താണ് ഈ കാണുന്നത്. നമുക്ക് എന്തായാലും കുടിച്ചിട്ടാണ് പോവാം. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ ആ നാരങ്ങ വെള്ളക്കടയിൽ എത്തിക്കഴിഞ്ഞു. ഇത്രയും നടന്നതിൻ്റെ ദാഹം ഒരു 2 നാരങ്ങ വെള്ളം കുടിച്ചങ്ങ് തീർത്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. ചേട്ടാ, 2 നാരങ്ങ വെള്ളം, ഒരെണ്ണം മധുരം, ഒരെണ്ണം ഉപ്പ്. സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഒന്ന് കുടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എൻ്റെ അമ്മോ, ഒറ്റ വലിക്കൊന്നും ഇറക്കാൻ പറ്റില്ല, ഇതേപോലെ ആണ്. മധുര എരിവുണ്ട്, അടിപൊളിയാണ്. പ്രത്യേകതയുണ്ടെങ്കിൽ ഇതിന് സ്പെഷ്യൽ ഉപ്പ് സോഡയാണെങ്കിൽ അതിൻ്റെ ജാതിക്ക, ഇഞ്ചി, കാന്താരി, നല്ല ഒരു പ്രത്യേകതയുണ്ട് നാരങ്ങവെള്ളം. അതിവിടെ ഈ തൊടുപുഴ എങ്ങും കിട്ടത്തില്ല. അതുകൊണ്ട് തൊടുപുഴയെന്ന് മാത്രമല്ല, നമ്മൾ പോകുന്ന ഈ റൂട്ടിലൊന്നും കണ്ടിട്ടില്ല. ചൂടത്ത് നല്ല ശരീരത്തിന് നല്ല ഒരു തണുപ്പ് കിട്ടില്ലേ. പിന്നെ ഇതിനകത്ത് കസ്കസ് ഒത്തിരി ഐറ്റംസ് ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു എനർജി കിട്ടും. ചൂടുകൊണ്ടല്ല, ഇവിടെ ഞങ്ങൾ ഇതിലെ പോയിട്ടുണ്ട്, ഇവിടെ കയറും. അതിപ്പോൾ മഴയാണെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറിയിരിക്കും. അത് കാരണം അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ്. ഇപ്പം തിരക്ക് തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അവർ നമ്മളിവിടെ ഇല്ലാത്ത സംവിധാനം വന്നിട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. പക്ഷേ അതൊക്കെ സന്തോഷമാണ്. ഷായിച്ചാൻ അങ്ങനെ ഒരു കച്ചവടം നടക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ. മധുരം അടിപൊളിയാണ്. എരിവുള്ളത് എങ്ങനെയുണ്ട്? ആണല്ലേ. തിരക്കിക്കായി തുടങ്ങി. നമ്മുടെ കൂട്ടുകളൊക്കെ എങ്ങനെയാണ്? ആദ്യം മധുരത്തിന് പൈനാപ്പിൾ, പുതിന, പിന്നെ കസ്കസ്, പിന്നെ മധുരത്തിൻ്റെ കൂടെ ചിലപ്പം എരിവ് ആവശ്യമുള്ളവർക്ക്, പിന്നെ ഉപ്പിന് ഇഞ്ചി, കാന്താരി, പിന്നെ ജാതിക്ക. നിങ്ങളുടെ മിക്സിംഗ് ആണല്ലേ? അതെ. അല്ലെങ്കിൽ കഴിക്കും, മിക്സിയിലടിച്ചാൽ കഴിച്ചു. നമ്മൾ നാടൻ നാരങ്ങ ഇവിടുന്ന് അടുത്ത് തന്നെ വന്നാൽ പുറത്തുനിന്നൊക്കെ ഒരുപാട് വരും. ഭാഗം പോകണവർ, ടൂറിസ്റ്റുകളെല്ലാം തന്നെ വരും. ഇപ്പം ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ്. ഞായറാഴ്ചയാണ് വരും. അത് കാരണം ഞായറാഴ്ച അതിന് വേണ്ടിയിട്ട് മാത്രം തുറക്കും ഉച്ചവരെ.
ഈ നാരങ്ങ വെള്ളം മാത്രം മതി ഈ സംവിധാനം ഇവിടെ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വേറൊന്നും പലർക്കൊക്കെ ഉണ്ടായിരുന്ന നേരത്തെ എല്ലാം നിർത്തിയതാണ് ഇത് വെള്ളത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ തൊടുപുഴയിലെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം കുടിച്ചു. ഇങ്ങോട്ട് നടന്നാണ് വന്നത്. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് നടന്നു പോകാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുടിച്ച നാരങ്ങ വെള്ളത്തിൻ്റെ എഫക്റ്റ് പോകും. അപ്പോൾ തിരിച്ച് നമുക്ക് വണ്ടിക്ക് പോയാൽ മതി. ക്യാമറമാൻ MD അധീഷിനും ഹരീഷിനും ഒപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. അപ്പോൾ എബിൻ ആ ലൈം ജ്യൂസ് അങ്ങനെ ആസ്വദിച്ച് കുടിച്ചപ്പോഴേ എത്ര പേര് വെള്ളം ഇറക്കിയിട്ടുണ്ട് എന്ന് പറയാമോ? ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര ദാഹിച്ചു.